അമ്മ സംഘടനയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട് അല്ലേ ജോകറൻ? ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് തോന്നുന്നു, അതായത് 94 സംഘടന തുടങ്ങിയ ശേഷം ഇത്രയധികം പേര്, അതായത് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം 6 പേരൊക്കെയാണ്. എന്താണ് ഇപ്രാവശ്യത്തെ ഒരു ഇതിനെ കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്നുള്ളത്, അമ്മ എന്നൊരു സംഘടന ശരിക്കും കലാകാരന്മാർ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം അവർക്ക് പല പല കഷ്ടപ്പാടുകളും കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഇപ്പോൾ അവസരങ്ങളില്ലാത്തവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇതിൻ്റെ റിട്ടയർഡായി അഭിനയിക്കാൻ പറ്റുന്നില്ല, അവസര കലാകാരന്മാരെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു തണലായിരുന്നു ശരിക്കും അമ്മ എന്നുള്ളൊരു സംഘടന എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനു വേണ്ടി തന്നെയാണല്ലോ തുടങ്ങിയതും, ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും ഒക്കെ. അതായത് ഇവർക്കൊരു അത്താണി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് അമ്മ സംഘടന. അതെ, ഈ സംഘടന എന്നുള്ളത് അമ്മേനെ ഫോക്കസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുകയും അത് വാർത്തയാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പല സംഘടനകളും കേരളത്തിലുണ്ട്, രാജ്യത്തുണ്ട്, ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷെ ഈ പറയുന്ന സംഘടനകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത പോലെയാണ് ഇവരെ ടോർച്ചർ ചെയ്യുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ടാർഗറ്റ് ചെയ്യാന്നുള്ള ഉപരി പറയേണ്ടത് ടോർച്ചർ ചെയ്യാൻ, അതാണ് കറക്റ്റ് വാക്ക്. അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ അമ്മ സംഘടന ഇപ്പോൾ AMM എന്നൊക്കെയാണല്ലോ പലരും വിളിക്കുന്നത്. അത് പോട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം, അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ അവരുടെ എന്താ പറയുക, ഒരു കാഴ്ചപ്പാടോ ആവാം, അവരുടെ എത്തിക്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാവാം, എന്തും ആയിക്കോട്ടെ. ഉദ്ദേശശുദ്ധി നല്ല ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ മത്സരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിന് ഒരു പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ വരുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും എല്ലാത്തിനും ഉത്തരം അവർ പറയണം എന്നുള്ളൊരു രീതിയിലേക്ക് വരികയും ഈ ഇലക്ഷൻ ഇപ്പോൾ സംഭവിക്കാൻ കാരണം അത് തന്നെയല്ല. ലാലേട്ടൻ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി. കാരണം പുള്ളി കേൾക്കേണ്ടതൊക്കെ കേട്ടു. ശരിക്കും പറയണമെങ്കിൽ ഇന്നസെന്റ് ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം 8 വർഷത്തോളം ഇന്നസെന്റ്, അതായത് തുടക്കം എനിക്ക് മറ്റേ MG സോമനായിരുന്നു, TP മാധവൻ സെക്രട്ടറി ആയിട്ടാണ്, അദ്ദേഹമായിരുന്നു അന്നത്തെ കാലത്ത് എടോള ബാബു, അതായത് അദ്ദേഹമാണ് സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ മധു സാറ് പ്രസിഡന്റ് ആയിട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ആണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ മെയിൻ ഒരു ക്യാപ്റ്റൻ. പക്ഷേ കൂടുതൽ ജോലി ചെയ്യണത് എനിക്ക് മനസ്സിലാക്കുന്നത് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയൊക്കെയാണല്ലോ കൂടുതൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. അത് വർഷങ്ങളായിട്ട് ഇടളവാബു വരുന്നു, പ്രശ്നങ്ങൾ വന്നു, ഇടളവാബു ഇറങ്ങേണ്ടി വന്നു, ലാലേട്ടനും ഇപ്പോൾ ഇറങ്ങേണ്ടി വന്നു. കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങൾ, ഹേമ കമ്മിറ്റി പ്രശ്നങ്ങളൊക്കെ വേണ്ടി ഇപ്പോൾ ലാലേട്ടൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഇലക്ഷൻ തന്നെ വന്നത്. ലാലേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇതിലൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇന്നസെന്റ് എന്നുള്ള ഒരാളുണ്ടായിരുന്നു. ഈ ഇന്നസെന്റ് എന്നൊരാൾ ഉള്ളത് കൊണ്ട് ഈ നേതൃത്വം എന്നുള്ള കാര്യമുണ്ട്, എല്ലാ കാര്യം പെട്ടെന്ന് ഈസി ആക്സസിബിൾ. എനിക്ക് തോന്നുന്നു ഇന്നസെന്റ് എന്നുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുക, ആർക്കും നോ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യം അവതരിപ്പിക്കുന്ന തമാശ രൂപേണയാണ്. അത് നമ്മൾ 2020 സിനിമയിൽ വരെ ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ ഇന്നസെന്റ് ഒരു ടെക്നിക്കായിരുന്നു എന്നാണല്ലോ പറയണത്. ആ ഒരു ടൈപ്പും ആ ഒരു ടൈപ്പിലുള്ള ഒരു എന്താ പറയാ, ഒരു എല്ലാവരും ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയും ഒക്കെ ഭയങ്കരമായിട്ട് സെക്രട്ടറി വഹിക്കുന്ന ഒരു പങ്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ മമ്മൂക്ക ഒരു കാര്യം പറയുമ്പോൾ ഒബ്ജക്ഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇവരോട് നോ പറയാനായിട്ടുള്ള ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും പല കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ. പക്ഷേ ഇന്നസെന്റ് എന്നൊരു കൈകാര്യം ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അത് ഭയങ്കര അടിപൊളിയായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് തന്നെയാണ് ആ സമയത്ത് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടല്ലോ 8 വർഷം പ്രസിഡന്റായിട്ട് തന്നെ ഇരുന്ന്. പിന്നെ അദ്ദേഹം മാറിയപ്പോഴാണല്ലോ ലാലേട്ടൻ വന്നത്. അതായത് എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത്. ലാലേട്ടനാണ് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ സംഭവിച്ചില്ല, എതിരില്ലാതെ തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയത് ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, സുരേഷ് ചേട്ടൻ, ഇവരൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇപ്പോൾ എല്ലാ വാർത്തയിലൊക്കെ പറഞ്ഞ പോലെ രണ്ടാം നിരയിൽ നിന്ന്, അതായത് സൂപ്രധാരങ്ങളല്ലാത്ത, നായകന്മാരല്ലാത്ത ആളുകളാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കായിട്ട് മത്സരിക്കുന്നത്. അതിൽ ശരിക്കും പറയണമെങ്കിൽ സംഘടനയിൽ അധികം പ്രവർത്തിക്കാത്ത ആളുകൾ വരെ ഇപ്രാവശ്യം ഇങ്ങനെ രവീന്ദ്രൻ സീനിയറാണ്, രവീന്ദ്രൻ അനൂപ് ചന്ദ്രൻ സമർപ്പിച്ചിട്ടുണ്ട്, പിന്നെ ജയൻ ചേർത്തല, ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ കുറേ പേര്, പക്ഷേ പേരുകൾ അവർ ഒഫീഷ്യലി 31 പുറത്തു വിടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുവരെയാണല്ലോ നോമിനേഷൻ സമർപ്പിക്കേണ്ട ദിവസം. ഇതിൽ എന്താ പ്രശ്നം, ആര് നേതൃത്വത്തിൽ വന്നാലും, ഇപ്പോൾ ജഗദീഷ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹമുണ്ട്, അദ്ദേഹം അടിപൊളിയാണ്, സൂപ്പറാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, അത് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു ആക്ടറാണ്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമാണ്, എല്ലാം കൊണ്ടും ജീവിതശൈലിയാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു നടനാണ്, ഒരു വ്യക്തിയാണ്, നല്ലൊരു നടനും നല്ല ക്ലീൻ ഇമേജ്. നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതോളം വ്യത്യാസം വരുമെന്നുള്ള കാര്യം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു ഈ പറയുന്ന കാര്യം നേതൃത്വത്തിനാണ് ഏറ്റവും
പ്രാധാന്യം. ഈ അമ്മ എന്നുള്ള സംഘടനയിലേക്ക് നേതൃത്വത്തിന് ഏറ്റവും പ്രാധാന്യം. ഇപ്പോൾ എല്ലാവരും ഈ ന്യൂ ജനറേഷൻ എന്നൊരു സംഭവം അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിലുണ്ടാക്കുന്ന കുറച്ച് ഈ പറയുന്ന ഒരു ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എല്ലാവരും സിനിമയിലായാലും പിന്നെ ട്രോളിങ്ങിലായാലും അവരൊക്കെ തിരിച്ച് പ്രതികരിക്കുന്ന രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരികയാണ്, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി പ്രശ്നങ്ങൾ അമ്മയിൽ ഇതിൽ ഇപ്പോൾ ഈ പറയുന്ന ആളുകളിൽ ആരൊക്കെയാണോ ഇതിൽ നേതൃത്വത്തിൽ വന്നിരുന്നത് അവരൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്ന് നമ്മൾ നോക്കി. അവർക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു തൻ്റെ അഭിപ്രായം? ആരൊക്കെ ഇപ്പോൾ ഈ പുതിയ ഒരാൾക്കാരാണ് വന്നിരുന്നത്, ഈ മോഹൻലാൽ, ഇന്നസെന്റ് അല്ലെങ്കിൽ സിദ്ദിഖ്, ഇവർക്കൊക്കെ പകരം പുതിയ ആളുകളായിരുന്നുവെങ്കിൽ ഇതെങ്ങനെയായിരുന്നു മാറിയത്? അവർക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ ശരിക്കും പറഞ്ഞ നേതൃത്വത്തിൽ വരുന്നത് എപ്പോഴും പക്വതയും ഒരാളുകൾ അംഗീകരിക്കുന്നതും ആളുകളായി വരുന്നത്. അതിൽ ആസിഫ് അലി മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ഞാൻ സംഘടനയെ പോസിറ്റീവായിട്ട് പറഞ്ഞു. ആസിഫ് അലി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആസിഫ് അലി പറഞ്ഞു ഞാൻ പ്രവർത്തിക്കാൻ റെഡിയാണ്, സംഘടന നല്ലതാണ്, പക്ഷേ നേതൃത്വത്തിൽ വരാൻ ഞാൻ കേപ്പബിൾ അല്ല എന്ന് തുറന്നു പറഞ്ഞു. അല്ല, നേതൃത്വത്തിൽ വരാൻ കേപ്പബിൾ അല്ല എന്ന് പറയുന്നതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇതിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഈ സംഘടന എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ബാണ്ടക്കെട്ടാണ്, അതും സെലിബ്രിറ്റികളുടെ ബാണ്ടക്കെട്ടാണ്, ഈ തലയിൽ ചുമക്കുന്ന ഒരു ഭാരം കൂടിയാണ്. പല സിനിമകളിലെയും കാര്യങ്ങളും കഥാപാത്രങ്ങളും കണ്ടാണ് നമ്മളിവർ ഇഷ്ടപ്പെടുന്നത്. അവർ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസുകൾ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കണ്ടറിയണം. പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ ആൾക്കാർ ചെയ്യട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞ പേരാണ് എടോള ബാബുവിൻ്റെ. എടോള ബാബു എത്രയോ വർഷം സെക്രട്ടറി ആയിരുന്നപ്പോൾ എടോള ബാബു പറഞ്ഞിട്ടുണ്ട് ആ എല്ലാ ദിവസവും ഉറങ്ങണത് പുലർച്ചെയാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം അത് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ ഈ എത്രയോ പേർക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് 3 ടേമായിട്ടൊക്കെയാണ് ഇൻഷുറൻസ് അടച്ചിട്ടുള്ളത്. അതായത് ലക്ഷങ്ങളാണ് ഇൻഷുറൻസ് അടയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഡ്മിൻ കാര്യങ്ങളുണ്ടല്ലോ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു ഒരു കഴിവാണത്. അത് ബാബുവിന് നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ആരോപണങ്ങൾ, അതാണിപ്പോൾ ഇന്നലെ തന്നെ പല ചർച്ചകൾ വരണതിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയക്കാർ ഇലക്ഷന് നിൽക്കുന്നില്ലേ, എന്തുകൊണ്ട് അപ്പോൾ സിനിമാക്കാരുടെ മെക്കെട്ട് കയറണം എന്നുള്ള ചർച്ചകളും സിനിമയ്ക്കകത്ത് തന്നെ വരുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പൊലിപ്പിച്ച് ഫോക്കസ് ചെയ്യുന്നത്. അതെ, കാരണം അവർക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ വേറെ ടേൺ പോയിന്റ് ആയിട്ട് അങ്ങനെ സെലിബ്രിറ്റികൾ ഒരു പ്രശ്നം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പാക്കി നിന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മുങ്ങിപ്പോകും. അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പല ആളുകളും പല മാധ്യമങ്ങളും എന്ത് ചെയ്യും, ഇവരെ ഫോക്കസാക്കി, അമ്മ എന്ന സംഘടന ഫോക്കസാക്കി പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഇനി എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ലാലേട്ടൻ മാറിയത് ശരിയായില്ല. അവരന്ന് രാജിവെച്ചതേ ശരിയായില്ല എന്ന രീതിയിലും ചർച്ചകൾ വരുന്നു. അന്നത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എല്ലാവരും കൂടി രാജിവെച്ചത് ഒളിച്ചോട്ടമായി എന്നും പറയുന്നുണ്ട്. നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം, നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, നേതൃത്വം ഓക്കെയാണ്, സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. ലാലേട്ടന് ചിലപ്പോൾ ഇത് അമിതഭാരമായിട്ടുണ്ടാവും, കാരണം പലവരും അവിടെ നിന്ന് അങ്ങനെ ചെയ്തു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും മാറരുത്. കാരണം അത് മാറിക്കഴിഞ്ഞാൽ അതൊരു പിളർപ്പിലേക്കുള്ള സംഭവങ്ങൾ സംഭവിക്കും. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും വന്നിരുന്നു, സംവിധായകരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നിരുന്നു. അങ്ങനെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അമ്മ എന്ന സംഘടന എല്ലാവർക്കും, അതായത് അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്താ പറയുക ലഭിക്കുന്ന ആളുകളുണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ പെൻഷൻ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന തൊഴിലില്ലാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് ആ സംഘടനയിൽ. എത്ര സംഘടനകൾ ഇതുപോലെ മാസം പെൻഷൻ കൊടുക്കുന്ന സംഘടനയുണ്ട്. ഇപ്പം മലയാള സിനിമയിൽ നമുക്ക് പറയാം, ഇപ്പം ഫെഫ്ക ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ച് അറിയില്ല, പക്ഷേ അമ്മ സംഘടനയെ കുറിച്ച് നമുക്ക് അറിയാം. ഇവർ ഇത്ര രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇൻഷുറൻസ് മറ്റു കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഈ കുറ്റൻ പറയുന്ന വേറെ സംഘടനകളുണ്ടല്ലോ, അവർ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത്. അതായത് കലാകാരന്മാരെ, അതായത് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ ഇപ്പോൾ അവശത അനുഭവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അതിനുള്ളിൽ നിന്ന് ചർച്ച ചെയ്യാണ്ട് അത് പുറത്തു പറഞ്ഞ് ആളുകളിലേക്ക് എത്തിച്ച് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ നേതൃത്വത്തിൽ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഇത്രയും നാളിൽ ഇവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ലാലേട്ടനായിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, അതുപോലെ തന്നെ സുരേഷ് ഗോപി ആയിക്കോട്ടെ, പലവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരത് പുറത്ത് പറഞ്ഞ് വിഷയങ്ങൾ ഉണ്ടാക്കാനെല്ലാം നിന്നിട്ടുണ്ട്. ചെറിയ ആളുകൾ ഇത്രയും നാൾ അവർ അഭിനയിക്കുമ്പോഴും പല സിനിമകളും മോശമായിട്ടും ലാലേട്ടൻ മമ്മൂക്ക ഫൈറ്റ് വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ ഫൈറ്റ്, അവരമ്മിലല്ല ഫാൻ ഫൈറ്റുകൾ വരെ ഉണ്ടായിട്ട് എന്താ പറയുക, അവരെപ്പോഴും അങ്ങനെ തന്നെ നിന്നിട്ടുള്ളൂ. അവർ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതിനെടുത്ത് ട്രോളി എല്ലാം അനുഭവിച്ചതാണ്. ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളിൽ പേഴ്സണലായിട്ട് ആളുകൾ അകത്തേക്ക് കയറി അവരെ വിശേഷം മറ്റുള്ളവർ അറിയിക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നതും
കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരു കാര്യം ഈ പറയുന്ന പോലെ ഇവർ ചെയ്തത്രയും അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ ആളുകളെ ഡീൽ ചെയ്ത്, പ്രേക്ഷകരെ ഡീൽ ചെയ്ത്, അവരെ തൃപ്തിപ്പെടുത്തി, അവർ പറഞ്ഞ എല്ലാം ഉൾക്കൊണ്ട് അവർ ഇത്ര കാലം പിടിച്ചു നിന്ന പോലെ പുതിയ ആളുകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കാരണം ചെറിയ ഉദാഹരണം, ഒരു ചെറിയ ട്രോളുകൾ വന്നാൽ ഇവർക്ക് സഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ പ്രതികരിച്ചാൽ പോലും സഹിക്കുന്നില്ല. അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും അതിലും ഇതിലും പല പല മാധ്യമങ്ങളിലും വന്നിരുന്ന കാര്യങ്ങൾ പോലും ഇവർ സഹിച്ച് അവർ ഇത്ര നാൾ പിടിച്ചു നിന്ന്. അതുപോലെ നിൽക്കാൻ പോലും പുതിയ ആളുകൾക്ക് പറ്റുമോ എന്നുള്ളത് ഉത്തരവാദിത്തം എടുക്കാനുള്ള ഒരു മടിയും കൂടി ഉണ്ടാവാം. ഉത്തരവാദിത്തം തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു മടിയും കൂടി പുതിയ തലമുറയ്ക്ക് ഉണ്ടാവാം. അതായിരിക്കാം. അതെ. പക്ഷെ ഇതില് എന്താ പറയുക, ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ പക്വതയുള്ള ആളുകൾക്ക് തന്നെയാണ് കുഴപ്പങ്ങൾ. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഒരു പണ്ട് തിലകൻ പറയുന്നത് ഇന്നസെന്റ് പറഞ്ഞാൽ ഞാൻ ഇതിനെ കേൾക്കണേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴും സാധനങ്ങൾ ഇന്നസെന്റ് എന്നോട് അഭിനയത്തിന്റെ കാര്യത്തിലും എൻ്റെ അത്ര പോകും. പക്ഷേ അഭിനയത്തിന്റെ കാര്യത്തിലല്ല, ഇതൊരു സംഘടനയാണ്. അതിൻ്റെ പ്രസിഡന്റായിട്ട് നിൽക്കുമ്പോൾ അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ സെക്രട്ടറി പറയുമ്പോൾ കേൾക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പേഴ്സണലൈസ് ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതേ സംഘടനയല്ലേ. ഈ ഇടളബാബുവിന് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുള്ളത് ഇടളബാബു ആരാണ്, ഏത് സിനിമയിൽ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ച് താരമാവുന്നത് മാത്രമല്ല സംഘടനാ നേതൃത്വം എന്ന് പറയുന്നത്, അത് കൊണ്ടുപോകാന്നുള്ളത് വേറൊരു പവറാണ്. സംഘടനയിൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ന്യായമായ ആരുടെ വശത്താണോ അല്ലെങ്കിൽ കൂടുതൽ ആരാണ് സപ്പോർട്ട്, അത് അങ്ങനെ നിന്ന് പോകും. പക്ഷെ അത് പേഴ്സണൽ റിവെഞ്ചായിട്ട് എടുക്കുമ്പോൾ ഇത് ഏത് സംഘടനയിലുള്ള പോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിലില്ലേ, CPM എല്ലാ കമ്മ്യൂണിസ്റ്റ് എല്ലാ പരിപാടിയും പറഞ്ഞ പോലെ ആരോപണം രാഷ്ട്രീയക്കാര്, പക്ഷെ അവരുടെ ഇടയിൽ അത് പറഞ്ഞു തീർത്ത് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇവിടെ ഇത് മാത്രമാണ് സിനിമാ സംഘടനയിൽ മാത്രമാണ് ഈ ഒരു ഇങ്ങനെ ഒരു പൊലിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പൊലിപ്പിക്കുക. പിന്നെ എല്ലാവരും ചോദിക്കും അമ്മ സംഘടന ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ നേട്ടം എന്നുള്ള ഒരു വിവരമില്ലാത്തൊരു സംസാരങ്ങൾ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ളൊരു മറുപടി എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഈ പറയുന്ന പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നത് തന്നെയാണ് സംഘടന ചെയ്യുന്നത്. സംഘടന അമ്മയിൽ സിനിമ ഇതിൽ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഒരു ഇതിൽ വർക്ക് ചെയ്യണം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എംപ്ലോയീസിൻ്റെ ഒരു സംഘടനയുണ്ടാവും. അത് നമ്മൾ ടൂർ പോകും, നമ്മൾ ഇപ്പം പല ഫാമിലിനെ വിളിച്ചിട്ട് ചിലപ്പോൾ ഓണം ആഘോഷിക്കും, ചിലപ്പോൾ നമ്മൾ ഗെയിമുകൾ നടത്തും. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പിന്നെ ഇവരുടെ ഇടയിലുള്ള ഒരു റാപ്പോ, ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിലുള്ള റാപ്പോ, ഇത് എല്ലാം ഞാൻ സിനിമ മാത്രമല്ല, ഈ സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ എന്തിനാണത് എന്നൊക്കെ ചോദിക്കുന്നത് വിവരക്കേടാണെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ലാലേട്ടൻ തന്നെ നിൽക്കുന്ന അത്രയൊന്നും, അല്ലെങ്കിൽ ഇന്നസെന്റ് ലാലേട്ടനൊക്കെ ഉണ്ടായിരുന്ന അത്രയും തന്നെ ഒരു ഇതൊന്നും പുതിയ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് വർത്താനം പറയാനും പല പറ്റും. പക്ഷേ എനിക്ക് ഈ മമ്മൂട്ടി പ്രസിഡന്റ് അങ്ങനെ ഒരു സമയത്ത് പറയുമ്പോൾ ഒരു വാല്യൂ കൂടുതൽ. ഇവരെത്ര കാലം ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇരുന്നിരുന്നവരാണ്. ഇവർ സംഘടന തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് ലാലേട്ടനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ ആർട്ടിസ്റ്റിന്റെ മെയിൻ പ്രശ്നം, എനിക്ക് അഭിനേതാക്കളുടെ മെയിൻ പ്രശ്നം എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ളത്, ഇവർ ചിലപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. ഈ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് നെഗറ്റീവ് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിൽ കിടക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കി ഇത്രയും നാളായിട്ടും പല നെഗറ്റീവ്സും പല ഗോസിപ്സും എല്ലാം കേട്ടിട്ടും മമ്മൂക്കയിൽ ഒരു പ്രശ്നമില്ല. അവര് അഭിനയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അത് നമ്മൾ സീനിയർ ആക്ടേഴ്സിന് എടുത്ത ജഗദീഷ് ശ്രീകുമാറിനെ ഒക്കെ പോലെയുള്ളവരൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളോട് ഇവരൊക്കെ പോയിട്ടും അവരൊന്നും അഭിനയത്തിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ ഈ പറയുന്ന അതേപോലെ തന്നെയാണ് ഈ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ഈ ലാലേട്ടനായാലും മമ്മൂക്കയിലും പല പ്രശ്നങ്ങൾ കേട്ടിട്ടും അവർ ആ പ്രശ്നത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് അതിൽ വിഷമം തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ഇവർ പറയുന്ന ആളുകൾ ഈ നേതൃത്വത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുതായിട്ട് പോലും കളിയാക്കിയാൽ പോലും ആ നെഗറ്റീവ് കേൾക്കുമ്പോൾ ഇവരതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇവരൊക്കെ തന്നെയാണ് നേതൃത്വത്തിൽ വേണ്ടത്. കാരണം അവർ പറഞ്ഞാൽ കേൾക്കാനും അനുസരിക്കാനും ലാലേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പേഴ്സണലൈസ് ആയിട്ട് എടുക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നോക്കാം. പിന്നെ ശ്വേതാ മേനോൻ നിൽക്കുന്നുണ്ട്, അതായത് സ്ത്രീകൾ പ്രാവശ്യം കൂടുതൽ നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ല കാര്യമാണ്, വരട്ടെ. ഞാൻ പറഞ്ഞ പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ശ്വേതാ മേനോനും നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. എന്തായാലും 31 ആണ് ഫൈനൽ സമർപ്പിക്കുന്ന ദിവസം, അന്ന് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആരോപണങ്ങൾ കേട്ട് ആരോപണങ്ങൾ ഇപ്പോൾ ആരെക്കുറിച്ചും ആരെയും ഉന്നയിക്കാം, ശരിയോ തെറ്റോ എന്നുള്ള കാര്യങ്ങൾ വരട്ടെ, അതിന് ശേഷം അല്ല. അതുകൊണ്ടാണല്ലോ ഈ സിനിമയ്ക്ക് ഉള്ളിൽ തന്നെയുള്ള സംഘടനയിൽ ചില ആളുകൾ പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് ആരോപണം വന്നിട്ടും അവർ ഇലക്ഷൻ നിൽക്കുന്നില്ല, അവർ MLA ആവുന്നില്ലേ, മന്ത്രി ആവുന്നില്ലേ. കേസ് അതിന്റെ കാര്യം വഴിയിൽ പോവും, നടക്കും. കുറ്റവാളിയാണെങ്കിൽ അന്ന് ഇവർ രാജിവെക്കും, ചിലപ്പോൾ അവർ അകത്ത് പോകും. അത് പിന്നത്തെ കാര്യം.
അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തതിനെയാണ് ഈ ആരോപണം പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ആർക്കും നിൽക്കാലോ, ഇവിടെ ജനാധിപത്യ രാജ്യമല്ല, ആർക്കും നിൽക്കാലോ ഇലക്ഷന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജീവിതത്തിൽ ഇപ്പം നമ്മൾ ഒരു സാധാരണക്കാരനാണ് ഞാൻ എനിക്കൊക്കെ ഒരുപാട് നെഗറ്റീവ്സുകൾ ഉണ്ട്. നമ്മൾ എന്താണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കാതെ നമ്മളെ പലവരും പറയാറുണ്ട്. താങ്കളെ പറ്റി പറയാറില്ലേ? ഉണ്ടോ? പറയാറുണ്ട്. ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരെ പറ്റി ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും അതാണ് ശരിക്കും. അപ്പം അതിലും കാര്യങ്ങൾ വരട്ടെ, അതിൽ എന്തെങ്കിലും നടക്കട്ടെ, അത് സത്യത്തിൻ്റെ ഒപ്പം നിൽക്കട്ടെ, തെളിവുകൾ വരട്ടെ, ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഈ ആരോപണ വിധേയരായവരും എന്താ പറയുക മത്സരിക്കട്ടെ എന്നാണ്. പിന്നെ എന്തൊക്കെയായാലും ഇതെല്ലാം കഴിഞ്ഞ് ആരോപണ വിധേയരായാലും നിരപരാധികളായാലും മത്സരിച്ചിട്ട് ഇവരെ ജയിപ്പിക്കേണ്ടത് അതിന്റെ അകത്തുള്ള അംഗങ്ങളാണ്. അംഗങ്ങൾക്കറിയാം ആരെ ജയിപ്പിക്കണം എന്നുള്ളത്, ആര് നിന്നാലും. അതാ പറഞ്ഞ അങ്ങനെ ഇവർക്കത് വില കൊടുത്തൊന്നും ജയിക്കാൻ പറ്റില്ലല്ലോ. അംഗങ്ങൾക്കറിയാം ആരെ ജയിപ്പിക്കണം, ആര് ജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നുള്ളത്. ഈ സംഘടനയിലുള്ള 500 പേരുണ്ടെങ്കിൽ 500 പേർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. ഓഗസ്റ്റ് 15-നാണ് ഇലക്ഷൻ. ഈ എംഎൽ ഇലക്ഷൻ നടക്കുന്നു, അതിലതാരാവും എന്താവും എന്നുള്ളൊരു ഇതൊന്നും സാധാരണക്കാരായ ആൾക്കാർ അതേപറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഒരു വാർത്തയാണ്. പക്ഷേ അല്ല, അത് ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് സിനിമയ്ക്കകത്തുള്ള ഏത് കാര്യവും വാർത്തയാണല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവരും അതിന്റെ പുറകെ പോകുന്നത്. അതിൽ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അഭിനേതാക്കൾക്ക് ഗുണം, പ്രസിഡന്റ് ആയില്ലെങ്കിൽ അഭിനേതാക്കൾക്ക് ഗുണം. ഇതൊക്കെ എല്ലാവർക്കൊക്കെ തന്നെയാണ് ഗുണം. നമ്മൾ ഈ പറയുന്ന ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്വത, ലീഡർഷിപ്പ് ക്വാളിറ്റി അത് വേറെ തന്നെയാണ്. അതിനൊരു മികച്ച നടനാവണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര താരമൂല്യമുള്ള നടനാവണമെന്നോ ഒരു നിർബന്ധമില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി വേറെയാണ്. ജഗദീഷ് ഉണ്ട്, പിന്നെ വേറെ ശ്വേതാമേനോൻ നിൽക്കുന്നുണ്ട്, ഒരു കണക്കിന് നല്ലതാണ്. അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്ന, അതായത് നമുക്കറിയാം. പക്ഷെ അതിലൊരു തമാശ എന്ന് വെച്ചാൽ 3 മാസം മുമ്പ് നമ്മൾ തന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരുപാട് സംഘടനകൾ ഞാൻ എല്ലാവരോടും അടുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നേതൃത്വത്തിൽ വരാൻ ഇപ്പോൾ ഒരു സമയത്തിന്റെ കുറവുണ്ട്. പക്ഷെ അദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. പിന്നെ ദേവൻ നിൽക്കുന്നു, കുറച്ചു കാലം മാറി നിന്നിരുന്നതാണ് ദേവനൊക്കെ. ദേവൻ മുമ്പത്തെ എക്സിക്യൂട്ടീവ് 2017 കാലഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. 3 വർഷമാണ് തോന്നുന്നു, 2-3 വർഷമാണ്. എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ എപ്പോഴും നേതൃത്വത്തിൽ ഈ എന്താ പറയാ, ഈ ഒരു ഇലക്ഷൻ ഒരിക്കലും അമ്മ എന്ന സംഘടന പിളർപ്പിലേക്ക് പോകരുത്. അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ ചില എൻഗേജ്മെന്റ് പരിപാടികളൊക്കെ നല്ല പിളർപ്പിലേക്ക് പോയി വേറെ സംഘടന ഒന്നും വരാതിരിക്കട്ടെ. ശാന്തകുമാരി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിരുന്നു. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർക്കൊക്കെ വർക്കുകൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തന്നെയാണ് കൊച്ചിൻ മെട്രോ തുടങ്ങി. ഒരു അമ്മയുടെ സംഘടനയെ മോഹൻലാലൊക്കെ നിന്നിട്ട് അതൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ എന്താ പറയാ ജോലി വർക്കില്ലാതിരിക്കുകയാണ്. അപ്പൊ അവരെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുക, അവർക്ക് വേണ്ടി ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു ലാലേട്ടന്റെ നേതൃത്വത്തിൽ. ഈ വക കാര്യങ്ങളുള്ളപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ പുതിയ ആൾക്കാർ ചെയ്യുമോ എന്നുള്ള കാര്യം. പിന്നെ ഇതേപോലെ തന്നെ വേറെ ഏതൊരു സീനിയർ, ഇതേപോലെ ശാന്തകുമാരിയെ പോലെയുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റ് പണ്ടൊരിക്കൽ പറഞ്ഞാണ്, കോവിഡ് സമയത്ത് വർക്കില്ലാതിരിക്കുമ്പോൾ അന്ന് ലാലേട്ടനും മമ്മൂക്കെ തന്നെ നേതൃത്വത്തിലാണ് പറഞ്ഞ് ജീവിച്ച് ഇവരുടെയൊക്കെ വീട്ടിൽ ഇവർ പറയാം, ഞങ്ങൾ ഒരിക്കലും മേടിക്കാത്തത്ര 1 ലിറ്റർ വെളിച്ചെണ്ണ, അരി, ഇത് ഏത് സംഘടന? ഈ പറയുന്ന ഇവിടുത്തെ പുരോഗമനം പറയുന്ന അല്ലെങ്കിൽ ഈ കുറ്റം പറയുന്ന വേറെ ഏതെങ്കിലും സംഘടന, പേരെടുത്തൊരു സംഘടന പറയുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഏതൊക്കെ സംഘടന അവർ ചെയ്യുന്നുണ്ടോ? അതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം. പുതിയ ആളുകൾ ഈ പറഞ്ഞു വരുമ്പോൾ ഇവർക്ക് അത് ചിന്തിക്കാൻ ഞാൻ പറയുന്നത് ആ ഒരു ചിന്തകളിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടാണ്, ഇപ്പോൾ ശാന്തകുമാരി ചേച്ചി എവിടെയായാലും പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് എവിടെ, 2 പേരുമാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞ് ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വരിക, പുതിയ ആൾക്കാരെ തെളിയിക്കണം. അതെ, ജഗദീഷൊക്കെ ഒക്കെ ആയിരിക്കും. അതുപോലെ നീ പറഞ്ഞു ജഗദീഷൊക്കെ അധികം മിടുക്കനാണ്, രവീന്ദ്രൻ മിടുക്കനാണ്, ദേവൻ എല്ലാവരും സീനിയർ ഇപ്പൊ ഈ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരും മിടുക്കര് തന്നെയാണ്. അത് അതിൽ ആരെ തെരഞ്ഞെടുക്കണം അവര് തീരുമാനിക്കട്ടെ. അതുമല്ല ഇതൊക്കെ എങ്ങനെയായി വരുമെന്നുള്ള കാര്യമാണ്. പക്ഷേ അതിന്റെ ഇടയിൽ വരുന്ന കുറച്ച് ഇതുകൊണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും കാത്തിരിക്കാം, കാണാം. അത് വിഷയമായിട്ട് മാറട്ടെ. താങ്ക് യു.